വെൽക്കം ടു മൈ വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ കാര്യം പറയാനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ലിസൺ, ഇതാണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറഞ്ഞത്. ഇത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രിക് ഡൈപോൾ അങ്ങനെ പ്ലേസ് ചെയ്താൽ. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഇതിപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലാക്ക് ലൈൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അവിടെ ഒരു ഡൈപോൾ പ്ലേസ് ചെയ്തു. കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പോസിറ്റീവ് ചാർജിൽ QE, നെഗറ്റീവ് ചാർജിൽ -QE. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് പ്രൊഡ്യൂസ് എ ടോർക്ക്. ആൻഡ് വാട്ട് ഈസ് ദി നെറ്റ് ഫോഴ്സ്? കഴിഞ്ഞ ദിവസം പറഞ്ഞു QE -QE ആഡ് ചെയ്യുമ്പോൾ 0. So net force equal to 0. And since there is a torque acting on it, the dipole will rotate. Dipole will rotate. Dipole ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണ്. there is a torque and there is rotation only. നമുക്ക് rotation only. torque not equal to 0. there is a torque എന്നാണ്. torque not equal to 0. there is no translatory motion. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ടാണ്. അല്ലേ? ട്രാൻസ്ലേറ്ററി മോഷൻ വേണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. there should be an unbalanced force acting on the body. അപ്പോൾ ഈ ഡൈപോളിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് there is only rotation, no translatory motion. അപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഫോഴ്സ് ഈസ് 0, ടോർക്ക് നോട്ട് ഈക്വൽ ടു 0. there is a torque. Then come to the case of non-uniform electric field. അപ്പോൾ ഒന്ന് നോക്കിയേ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്ന നോക്കിയേ. ഈ റെഡ് ലൈൻസ് കേട്ടോ, റെഡ് ലൈനിൽ വരച്ചിരിക്കുന്നത് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അത് നേരത്തതുപോലെ ഒരേ ഡയറക്ഷനിലാവണമെന്നില്ല. പല സ്ഥലത്തും പല ഇൻറ്റൻസിറ്റിയാണ്. അതാണ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത, അല്ലേ? പല സ്ഥലങ്ങളിലും പല ഇൻറ്റൻസിറ്റിയാണ്. ഇതിങ്ങോട്ടാണ് പോകുന്നത്, അല്ല ഇതിങ്ങനെ പോകുന്നു. അപ്പോൾ ഇൻറ്റൻസിറ്റീസ് ഇവിടുത്തെ ഇൻറ്റൻസിറ്റി അല്ല ഇവിടുത്തെ ഇൻറ്റൻസിറ്റി, പല സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജിന് ലഭിക്കുന്ന ഫോഴ്സ് QE1 അതെപ്പോഴും ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. നെഗറ്റീവ് ചാർജിന് ലഭിക്കുന്നത് QE2, അല്ലേ? അല്ലെങ്കിൽ -QE2, അത് ഇങ്ങോട്ടായിരിക്കും, ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ E1 എന്നും E2 എന്നും ഇവിടെ കൊടുത്തേണ്ട കാരണം എന്താണ്? ഇൻറ്റൻസിറ്റി പല സ്ഥലത്തും പലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അസ്യൂം ചെയ്യുന്നു ലെറ്റ് E1 ഗ്രേറ്റർ ദാൻ E2. ഇത് കൂടുതലാണെന്നിരിക്കട്ടെ, ഇവിടുത്തെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. E1 ഗ്രേറ്റർ ദാൻ E2, ഇത് കൂടുതലാണ്. അപ്പോൾ ഇത് 10 ന്യൂട്ടൺ പെർ കൂളോം, ഇവിടെ 4 ന്യൂട്ടൺ പെർ കൂളോം. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എത്ര വരും? ഡിഫറൻസ് ആകുമ്പോൾ 6 ന്യൂട്ടൺ പെർ കൂളോം. അതിൻ്റെ അർത്ഥം ദർ ഈസ് ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്, അല്ലേ? നോക്കൂ, നെറ്റ് ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എടുത്തപ്പോൾ നെറ്റ് ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0. 0 അല്ല, അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അവിടെ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോൾ എന്ത് ചെയ്യുന്നു? ദർ ഇസ് എ ട്രാൻസ്ലേറ്ററി മോഷൻ. ഇങ്ങനെ മൂവ് ചെയ്യും, സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ മൂവ് ചെയ്യും. എങ്ങോട്ടാണോ ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ദാറ്റ് ഡൈപോൾ വിൽ മൂവ്. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദർ ഈസ് എ ടോർക്ക്, അല്ലേ? നമുക്ക് ടു ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഈക്വൽ അല്ലെങ്കിൽ പോലും ദർ ഈസ് എ ടോർക്ക്. കാരണം എന്താണ്? ഇങ്ങോട്ടൊരു ഫോഴ്സ് ഇങ്ങോട്ടൊരു ഫോഴ്സ്, അപ്പോൾ ദർ ഈസ് എ ടോർക്ക്. അപ്പോൾ ട്രാൻസ്ലേറ്ററി മോഷനോടൊപ്പം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമായിരിക്കും. കാരണം ദർ ഈസ് എ ടോർക്ക്. ഇങ്ങനെ പോകും. നോക്കൂ, ഇങ്ങനെ പോകും. അങ്ങോട്ട് പോകുന്നതിനോടൊപ്പം there is a rotation also. Okay, so in a non-uniform electric field what happens? Net force not equal to 0 and torque not equal to 0. Net force not equal to 0 and torque not equal to 0. അതേ നെറ്റ് ഫോഴ്സ് ഉണ്ട്, ടോർക്കും ഉണ്ട്. എ ഫോഴ്സ് ആൻഡ് എ ടോർക്ക്. ഓക്കെ, അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവും? അവിടെ റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേറ്ററി മോഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ ചോദിക്കും.
in non-uniform electric field, what happens? There is rotational motion and translatory motion. Rotational motion and translatory motion. Okay. അപ്പോൾ ഞാൻ അവസാനമായി ചോദ്യം ചോദിക്കുന്നു, when an electric dipole is placed in uniform electric field, what is the condition? What is force? Force is equal to 0. Is there a torque? Yes, there is a torque. Okay. And if an electric dipole is placed in a non-uniform electric field, what is the condition? Is there a force? Yes. Is there a net force? Is there a translatory motion? Yes, there is a translatory motion. There is a translatory motion also. And is there a torque acting on the dipole? Yes, there is a torque acting on the dipole. And is there a rotational motion? Yes, there is a rotational motion. Okay, got it? അപ്പോൾ ഇതൊരു സ്ക്രീൻഷോട്ട് എടുക്കും, ഉപയോഗപ്പെടും. ഓക്കെ, ബൈ.